PSC പോലുള്ള ഒട്ടുമിക്ക മത്സര പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ പാറ്റേൺ ആണ് ഈ ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും. അതായത് ക്ലോക്കിൽ ഒരു സമയം പറയും, ആ സമയം കണ്ണാടിയിൽ അല്ലെങ്കിൽ പ്രതിബിംബത്തിൽ കാണുമ്പോൾ എത്രയായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ. അതൊരു പ്രത്യേക ഒരു പാറ്റേണിലുള്ള ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അപ്പം 12 മണിക്ക് താഴെ, അതായത് 11:59 വരെയുള്ള സമയമാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന്റെ പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കുവാനായിട്ട് നമുക്ക് അതിനെ 11:60 നിന്ന് കുറയ്ക്കുക. അപ്പം അതായത് എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ ഒരു 7:20, അതായത് 7:20 എന്ന ഒരു സമയമാണ് നമ്മൾ. അപ്പം നമുക്ക് 11 കുറവാണ്. അപ്പോൾ 11 കുറവാകുമ്പോഴത്തേലും നമ്മൾ ഇതിന്റെ പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ ഇതിനെ 11:60 നിന്ന് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 60 40 കിട്ടും, 17 4 കിട്ടും. 4:40 ആയിരിക്കും അതിന്റെ ആൻസർ. അതായത് 11 മണിക്ക് താഴെ, അതായത് 12 മണിക്ക് താഴെ 11:59 വരെ ആണെങ്കിൽ നമ്മൾ അതിനെ 11:60 നിന്നും കുറയ്ക്കുക. അതായിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ. അടുത്ത 24 hours ക്ലോക്കിലെ സമയം നമുക്ക് പ്രതിബിംബം കണ്ടുപിടിക്കാനായിട്ട് അതായത് 23:60, അത് 23:59 വരെ വരും. അപ്പം നമുക്ക് അതിന്റെ പ്രതിബിംബം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിനെ 23:60 നിന്നും കുറയ്ക്കുക. 23:60 കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് 4 PM അല്ലെ 4:30 PM, അതായത് 16:30 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇതിനെ നമ്മൾ 23:60 നിന്ന് കുറയ്ക്കുക. 24 കുറയ്ക്കുമ്പോൾ ഇത് 30 വരും. ഇപ്പം ഇത് 7, അപ്പം 7:30 ആയിരിക്കും അതിന്റെ പ്രതിബിംബത്തിലെ സമയം. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ചില കേസിൽ 11:45 വന്നു, അപ്പോൾ 12 താഴെയാണ്. അപ്പൊ ഈ ഒരു കേസിൽ വരുന്ന കേസാണ് 12 മണിക്ക് താഴെ വരുമ്പോൾ 11:45. അപ്പൊ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ 11:60 കുറയ്ക്കും. അപ്പൊ 11:60 നിന്ന് 11:45 നമ്മൾ കുറച്ചു എന്ന് കരുതുക. അപ്പൊ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇത് 15 കിട്ടും, ഇത് 0 ആയി കിട്ടുന്നത്. അപ്പം ഈ 0 വരുന്ന കൺസിഡറേഷൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 0 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് പകരം നമ്മൾ 0 വന്നാൽ അതിന് നമ്മൾ 12 എന്ന് എഴുതും. അപ്പം ഇതിന്റെ പ്രതിബിംബത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ 12:15 ആയിരിക്കും, 12:15 ആയിരിക്കും. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഈ കേസ് വരുമ്പോൾ 23:60, 24 hours ക്ലോക്കിന്റെ വരുമ്പോൾ 23:60 കുറയ്ക്കാനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സമയം ചോദിക്കുകയാണെങ്കിൽ 23:15 എന്നുള്ള സമയം ചോദിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ഇത് കുറയ്ക്കുമ്പോൾ 23:15 കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ 0യും ഇവിടെ 45 വരും. അപ്പോൾ നമ്മളിവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇത് 12:45 എന്നാണ് എഴുതണം. ഇവിടെ 0യുടെ കേസിൽ 12:45 എന്ന് എഴുതണം.